ഏയ്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടിയല്ലോ. ഓ, അത് കേട്ടപ്പോഴേക്കും കവളങ്ങ് ചുമന്നു വരുന്നു. നീ പൊടി, എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ്. അതെന്താ? അത് ആരാ വരുന്നത് നോക്കി. ഇനി ഞാനിവിടെ നിന്നാൽ നീ എന്നെ ശപിക്കും. ഞാൻ പോന്നു. എന്താ ആലോചിക്കുന്നത്? ഞാൻ കടം വാങ്ങാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. നാളെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണല്ലേ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. 15 രൂപ തരാൻ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ കരയിക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. എന്തു ചെയ്യാം, നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടവരായി പോയി. നിങ്ങൾക്കറിയാമോ, അപ്പൻ കെട്ടും ചുമച്ചു തുപ്പിക്കൊണ്ടാണ് പന കയറുന്നത്. എനിക്ക് വേണ്ടി. അത്രയും കഷ്ടമൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഇന്നലെ കരഞ്ഞല്ലേ? കണ്ണീരൊളിച്ച് പാടിയാൻ കണ്ടല്ലോ. എന്റെ കരൾ തടിക്കാൻ എനിക്ക് തോന്നുന്നു. കരണത്തടിക്കുന്ന മുമ്പേ എനിക്കൊരു ബ്ലൗസ് വാങ്ങിച്ചിട്ടാ. കണ്ട, ഇന്നലെ വലിച്ചു കീറിയില്ലേ? നിന്റെ ഇവിടെ ഒരു കറുത്ത മറമുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. അതെങ്ങനെ? മുഖത്ത് നോക്കാറില്ലല്ലോ, വേറെ വല്ലയിടത്തല്ലേ നോട്ടം. കഴിഞ്ഞ മാസം ഞങ്ങളുടെ തേങ്ങയൊക്കെ ഇവനാ മോഷ്ടിച്ചത്. വല്ല കാര്യമുണ്ടോ പിള്ളേരെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചിട്ട്? ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യാനാ, മോഷ്ടിക്കാനല്ലാതെ. കാളുകൾ രണ്ടും ചത്തു, കൊപ്പറ വാങ്ങിക്കാൻ കാശുമില്ല. നിനക്ക് വല്ല കൂലി വേലയ്ക്ക് പോകാമല്ലേ? വേറെ എന്ത് ജോലി ചെയ്യാനാ? ആകെ അറിയാവുന്ന ചക്കാട്ടില്ല. പിന്നെ ഇപ്പൊ മോഷണോ? ആ, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക, ഞാനൊന്നും പറയാനില്ല. മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ, പന കയറാനൊന്നും നോക്കണ്ട. നിങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിരിക്കുന്നത് എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. മഴ വരുന്നു, വേഗം ആവട്ടെ. ആ ശരിയാ, മഴ വന്ന് നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. നല്ല സുഖമുള്ള തണുപ്പ് അല്ലേ? എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും. അതിനെന്താ ദേഷ്യപ്പെടുന്നത്?
ഇതാ. നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ, അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിട്ട് നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത് തടിയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഹേ, ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വീണത് നിനക്കറിയോ? അതെങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ, തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, കണ്ടു, മുഖമടയ്ക്കൊന്നും വേണ്ട. കേറി വാ. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ തല കയറാൻ പോകുന്നത്? അത് നമ്മുടെ മോൻ സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോ. വാഴേ, നല്ല ഉണക്കത്തേങ്ങയാ. അയ്യോ, എന്റെ മായ. കൊണ്ടുപോയി ഗൗരവം പൊട്ടിച്ചതാ. വേണ്ട വേണ്ട, ഒരു കാര്യം ചെയ്യ്, രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി. ഞാൻ പോന്നു. അതെന്താ